രാജസ്ഥാനിൽ ബി.ജെ.പിയാണ് ഭരണത്തിലുള്ളത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷവും കടന്ന് ബി.ജെ.പി അധികാരത്തിലേക്ക് വന്നു. 118 സീറ്റുകളോളം ബി.ജെ.പിക്കുണ്ട്. 200 നിയമസഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യം 101 സീറ്റുകളാണ്. അശോക് ഗെഹ്ലോട്ടായിരുന്നു കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിനെ നയിച്ചത്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പടലപ്പിണക്കം വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന തന്നെയായിരുന്നു. അത് ഭരണ തുടർച്ച നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തു. വസുന്ധര രാജെ എന്ന മുതിർന്ന ബി.ജെ.പി നേതാവിനെ നമുക്കറിയാം. രാജ്നാഥ് സിംഗിന്റെയും സുഷമ സ്വരാജിന്റെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും അതുപോലെ തന്നെ പല മുതിർന്ന ബി.ജെ.പി നേതാക്കളുടെയും സമകാലികമായിട്ടുള്ള ഒരു നേതാവാണ്. അവരെ പാർട്ടിയിൽ നിന്നും ഒതുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. രാജസ്ഥാനിൽ അധികാരം തിരിച്ചു കിട്ടിയിട്ടും വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കാൻ ബി.ജെ.പി തയ്യാറാകാതെ ബ്രാഹ്മണനായ ഭജൻലാൽ ശർമ്മയെയാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ 20-ൽ കൂടുതൽ എം.എൽ.എമാർ സിന്ധ്യയോടൊപ്പം എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാനിരിക്കുന്നു എന്നത് ബി.ജെ.പിയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കകത്തും ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള സംസാരമെല്ലാം ഒപ്പിയെടുക്കുന്ന രീതിയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും രഹസ്യ നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു കുതിരക്കച്ചവടം നടന്നേക്കാം. രാജസ്ഥാനിൽ അട്ടിമറി ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി നേതാക്കൾ നീങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും വസുന്ധരയ്ക്ക് ക്യാബിനറ്റ് സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേക പദവിയൊന്നും തന്നെ നൽകിയിട്ടില്ല. അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. ഇപ്പോൾ കേവലം ഒരു എം.എൽ.എ മാത്രമാണ് 2 തവണ 2003 മുതൽ 2008 വരെയും 13 മുതൽ 18 വരെയും മുഖ്യമന്ത്രിയായിരുന്ന ഒരു വനിതാ നേതാവ്. ഒരുപക്ഷെ സുഷമ സ്വരാജിന് ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കരുത്തുറ്റ ബി.ജെ.പിയുടെ വനിതാ നേതാവായ വസുന്ധരയെയാണ് ഒരു രീതിയിലും പ്രാധാന്യം കൊടുക്കാതെ ഒതുക്കിയിരിക്കുന്നത്. വലിയൊരു തിരിച്ചടിയിലേക്ക് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കൊണ്ടെത്തിക്കുമെന്ന് മുരളി മനോഹർ ജോഷിയും അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കളും പറയുന്നുണ്ട്. ഗഡ്കരിയും വസുന്ധര രാജെ സിന്ധ്യയുടെ സമകാലികരായിട്ടുള്ള പല നേതാക്കളും അമിത്ഷായുടെയും മോദിയുടെയും വൃത്തികെട്ട രാഷ്ട്രീയ കളികളിൽ മനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിക്കറിയാം വലിയ ചരടുവലികൾ നടക്കാൻ സാധ്യതയുണ്ട്. എം.എൽ.എമാരെ മറുകണ്ഠം ചാടിച്ചാൽ വീണ്ടും ഭരണാസ്ഥിരത ഉണ്ടാകും. അത് മുൻപോട്ടു പോകുന്ന ബി.ജെ.പി സർക്കാരിനെ താഴെയിടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒളിക്യാമറകൾ സ്ഥാപിക്കാനും രഹസ്യ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പ്രത്യേക സൈബർ വിങ്ങിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഭജൻലാൽ സർക്കാർ. ടീച്ചറെ, ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ. വലിയ ലക്ക. കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല, നന്ദിലക് ജിമാർട്ട് വക്കാലക്ക. നന്ദിലക് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദിലക് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.